തൊടാതെ അയ്യോ. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, madam. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Okay. അത് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്റെ പേര് അറിയില്ല അല്ലേ? അറിയാമോ? എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. No, ma'am. അല്ലേ? Okay. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. Okay, ma'am. നിങ്ങൾക്കിപ്പോ ഈ ആഴ്ച ഈ വീക്ക് അല്ലേ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത്? Yes, ma'am. ഓക്കെ ഓക്കെ. ഒരു ക്ലാസ് അല്ലേ പോയിട്ടുള്ളൂ? ഒരു ഇംഗ്ലീഷ് ക്ലാസ്സും ഒരു മോണ്ടിസോറിയുടെ ക്ലാസ്സും അല്ലേ പോയിട്ടുള്ളൂ? Yes, ma'am. ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർന്നു? ഇന്നലെ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഡൗട്ട് ഉണ്ടോ? Yes, ma'am. Doubt ഒന്നുമില്ല, ma'am. എല്ലാം ക്ലിയർ ആണ് അല്ലേ? Yes, ma'am. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. കുറച്ചു പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പരിചയപ്പെടാം. ഓക്കെ? Okay, ma'am. Okay. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ദിവ്യ രാജേഷ് ഒന്ന് പരിചയപ്പെടുത്താമോ? Ma'am, I am coming from Palakkad, ma'am. That's all, ma'am. Palakkad. പാലക്കാട് അല്ലേ? Yes, ma'am. എന്തെങ്കിലും ചെയ്യുവാണോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇല്ല മാം, ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ് അല്ലേ? ഡിഗ്രി കഴിഞ്ഞു മാം. ഞാൻ BA ഹിന്ദിയാ എടുത്തത്. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. യെസ് മാം. ഓക്കെ. റാണി ഷാജി. മിസ്സേ, എന്റെ വീട് ആലടിയിലാണ്. ഹൗസ് ഓക്കെ. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് വരാം ക്ലാസ്സിൽ. പറയണ്ട, എനിക്ക് തോന്നുന്നു ഡിസ്റ്റർബൻസ് വരും തോന്നുന്നു കേട്ടോ. നമുക്ക് വഴിയെ പരിചയപ്പെട്ടാ മതിയോ? ഓക്കെ മാം. പരിചയപ്പെടാം അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോ എക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാരോടും ഒരുമിച്ച് പറയുമ്പേ. ഓക്കെ. അപ്പൊ പ്രയറിന്റെ കാര്യമൊക്കെ നിങ്ങളോട് അപർണ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ജിഷ മിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പ്രയറിന്റെ കാര്യമൊക്കെ പറഞ്ഞോ? അതെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോട്ട് ഓഫ് ദി ഡേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. ആക്ഷൻ സോങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ് മാം, പറഞ്ഞു. അതും പറഞ്ഞു. നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് മുന്നോട്ട് പോവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാ? ഒരാള് മാത്രം പറയാണോ? ടീച്ചർ മാത്രം പറയാണോ? എങ്ങനെയാ പറയാ? ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രയർ എന്തായാലും ഉണ്ടാവും. നമ്മൾ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ എന്താണ് സാധാരണ സ്കൂളുകളിൽ പ്രയർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ക്ലാസ്സുകളൊക്കെ തുടങ്ങുക അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് റൂമിലും ഒരു പ്രയർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. മാം, പിന്നെ തോട്ട് ഫോർ ദി ഡേ, മോറൽ സ്റ്റോറി, അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ? യെസ് മാം. ഓക്കെ. അപ്പോ എല്ലാ ദിവസവും ഓരോരുത്തർ മാറി മാറി ചെയ്യാം. ഒരാള് ഇപ്പൊ ഇന്ന് ദിവ്യയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ ശാലിനി ചെയ്യാം. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ചെയ്യാം. സൈൻ ഇൻ ചെയ്യാം. ക്ലാസ് തുടങ്ങുമ്പോ സൈൻ ഇൻ ചെയ്യാം. ലാസ്റ്റ് എൻഡ് ഓഫ് ദ ക്ലാസ് സൈൻ ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം? ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാം ഗ്രൂപ്പില്. നാളെ ആരാണ് സൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്യുന്നത് ആരാണ്, പ്രയർ ചെയ്യുന്നത് ആരാണ്,
തോട്ട് ഓഫ് ദ ഡേ ആരാണ്, അതൊക്കെ അന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്ലാസ് രസകരമായിട്ട് പോകുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. അതുപോലെ തന്നെ നമ്മുടെ PDF ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ജൂലി. ഇപ്പൊ കയറിയുള്ളോ? അതെ മാം, ഇപ്പൊ കേറിയതേ ഉള്ളേ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ PDF-ലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല പറയുന്നത്, എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ലെക്ചർ നോട്ടായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമ്മള് വേറെ എക്സ്ട്രാ നോട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഏകദേശം ഒരു ധാരണ കിട്ടിയോ ക്ലാസ്സിനെ കുറിച്ച്? യെസ് മാം. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മാം സ്ക്രീനിൽ PDF ആണോ ഉള്ളത്? സ്ക്രീനിൽ PDF ആണുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടില്ല? കയ്യിൽ കിട്ടിയിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്ക്? നോ മാം. കിട്ടിയിട്ടില്ലല്ലേ? എപ്പോഴും വരും എന്നാ പറഞ്ഞത്? ഓർഡർ കൊടുത്തിട്ട് 7 to 10 ഡേയ്സിനകത്ത് വരുമെന്ന് പറഞ്ഞല്ലേ? ഓക്കെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ എല്ലാവരും. പെട്ടെന്ന് തന്നെ വരും ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. ഓക്കെ മാം. അപ്പൊ നമുക്ക് പ്രെയർ എന്നാരാ പറയുന്നേ? പ്രെയർ ആരാണ്? ആരാണ് പ്രെയർ ചെയ്യുന്നേ? ആരും ഇല്ല ഇന്ന് പ്രെയർ ചെയ്യാനായിട്ട്? പ്രയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ പ്രയർ വേണമെന്ന്? മാം പ്രേയർ ടീച്ചർ Hello, ma'am. ഒരാള് I will say the prayer. ജൂലി പ്രയർ ചെയ്യോ? Okay, ma'am. I pray. ഓക്കെ. Okay, now let's join our hands and close our eyes for the prayer. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses as we forgive those who trespass against us. And lead us not into temptation, but deliver us from all evil. Amen. ഇനി ഒരു തോട്ട് പറയാമോ? ഒരാൾക്ക് ഒരു തോട്ട് പറയാമോ? അത് ഷെയർ ചെയ്യാമോ ഒരു തോട്ട്? മാം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്? മാം നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എടുക്കാറില്ല മാം. അപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോ നന്നായി ചെയ്യുക, എന്നാലേ അത് പിന്നീട് നമ്മൾക്ക് നല്ലതായിട്ട് വരുള്ളൂ മാം. ഇല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് നന്നായി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ആ കുട്ടി പിന്നെ നന്നല്ല അങ്ങനെ വിചാരിക്കും മാം. ഓക്കെ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ഇന്റർവ്യൂ പ്ലേസിൽ നമ്മൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവര് നമ്മളെ സെലക്ട് ചെയ്യുക അല്ലെ? ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പലരും നമ്മളെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. നമ്മൾ പല ഇന്റർവ്യൂസിലും പങ്കെടുത്തിട്ടുണ്ടാകും, പക്ഷെ ആ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ ആദ്യമായിട്ടായിരിക്കും നമ്മളെ കാണുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് അവിടെ പെർഫോം ചെയ്താൽ മാത്രമാണ് അവര് നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. ഫസ്റ്റ് കാണുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ? അതെ. അപ്പൊ ഏതൊരു കാര്യത്തിനായാലും, അത് ഇന്റർവ്യൂവിൽ മാത്രമല്ല, നമ്മൾ തുടക്കമിടുന്നത്, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യത്തിനായാലും
നമ്മൾ ആദ്യമേ തന്നെ എന്താണ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാല് ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് പ്രതിജ്ഞ പങ്കുവെച്ച തോട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് വരാം. ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 1, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, അതാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം ആ ചാപ്റ്റർ ഫസ്റ്റ് പേജ്, അതായത് വെൽനസ് വരെ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് തുടങ്ങി ലാസ്റ്റ് പോയിന്റ് വെൽനസ് വരെ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി, ഉറക്കെ വായിക്കണമെന്നില്ല. ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ ആണോ? Okay, ma'am. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തപ്പ് ചെയ്യാം കേട്ടോ. വെൽനസ് വരെയാണോ? വെൽനസ് വരെ വായിച്ചാൽ മതി. ഓക്കെ, എല്ലാരും മനസ്സിരുത്തി വായിച്ചോ? എല്ലാവരും വായിച്ചു കഴിയുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പറയാം. ഓക്കെ, മാം വായിച്ചു അല്ലേ? ഓക്കെ, യെസ് മാം. അതെന്താ പറയുന്നത്? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ, നിങ്ങൾ നോക്കി വന്നാൽ. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആരോഗ്യം. ആരോഗ്യമാണ് അല്ലെ? ഓക്കെ, ശരിയാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മീനിങ് വരുന്നത് ആരോഗ്യമാണ്. എന്നാലും ഡെപ്തിൽ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ആരോഗ്യം? അസുഖങ്ങളൊന്നുമില്ലാത്ത ഫിസിക്കലി ഒരാള് അലക സതീഷ് എന്നാണ് പേര്. എന്താണ്? ഓക്കെ, മോളൊന്ന് പറഞ്ഞേ, എന്താണ് ആരോഗ്യം? നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഹെൽത്തി ലൈഫാന്ന് തോന്നുന്നു. അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക അല്ലെ? അങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറെ ആരാണ് പറയുന്നത്? രണ്ടുപേരോട് പറഞ്ഞല്ലോ, വേറെ രണ്ടുപേര്. ഫിസിക്കൽ മെന്റൽ മാത്രമല്ല, സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫും കൂടി അതിൽ ഉൾപ്പെടുകയല്ലേ ഹെൽത്തില്? അതെ, അതും ഒരു പോയിന്റ് ആണ്. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, സോഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ വെൽബീയിങ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഫ്രീ ഫ്രം ഡിസീസസ്, രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതും ആരോഗ്യത്തിന് തന്നെയാണ്. ഓക്കെ, പിന്നെ environmental
എൻവയറമെന്റ് പൊല്യൂഷൻസ് ആൻഡ് എൻവയറമെന്റൽ പൊല്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതായത് പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു അനാരോഗ്യകരമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളെ കൂടി ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുഡ് ഹെൽത്ത് ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത്. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കാം. അതും ആരോഗ്യവുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത്. ഓക്കെ. ഫുഡ് നല്ല രീതിയിൽ നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിച്ച് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതും ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. എക്സസൈസ് ഒക്കെ ചെയ്ത് ഹെൽത്ത് ഒക്കെ ഫിറ്റ് ആയിട്ട് വെക്കുക. എന്താ? എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ അത് റൊട്ടീൻ ആയിട്ട് എടുത്ത് ഹെൽത്ത് ഒക്കെ ഫിറ്റ് ആയിട്ട് വെക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുക, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. എക്സസൈസ് ഒക്കെ ചെയ്യുന്നതും ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അതെ, ഹെൽത്ത് ഫിറ്റ് ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാൻ ബാക്കി? ഓർഗാനിക്കായ വെജിറ്റബിൾസ് എന്താ? അങ്ങയുടെ ശബ്ദം പറയുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ്. മ്യൂട്ട് ചെയ്യട്ടോ റാണി. ഒന്ന് ലീവ് ചെയ്തിട്ട് പറയൂ. മാം, ഫ്രീ ഫ്രം ലിക്വർ ആൻഡ് സ്മോക്കിംഗ്, ഡ്രഗ്സ് ഒക്കെ അതൊക്കെ. ഓക്കെ, ഫ്രീ ഫ്രം ലിക്വർ, സ്മോക്കിംഗ്, അതൊക്കെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ധാരാളം കാര്യങ്ങൾ പറഞ്ഞല്ലേ. പിന്നെന്താ? മനസ്സിൽ നല്ല ചിന്തകളും ശുഭാപ്തി വിശ്വാസവും അതൊക്കെ മനസ്സിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ മാം? അതെ, അതായത് നല്ല ചിന്തകള്, കോൺഫിഡൻസ് ഉണ്ടാവുക, ജീവിതത്തെ കുറിച്ച് ഹോപ്പ് ഉണ്ടാവുക, ഇതൊക്കെ എന്താണ്? അതും ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. എല്ലാവർക്കും അവസരമുണ്ട് പറയാനായിട്ട്, പറയാം. ഓക്കെ, കഴിഞ്ഞു. മാം, we should bath daily. ഓക്കെ, ബാത്ത് ചെയ്യുന്നത് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ മിസ്, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞു. മിസ്, ഇത് ആക്ച്വലി ഏതാ സബ്ജക്ട്? എന്താ ഇത് ഏതാ സബ്ജക്ട് വരുന്നേ? അങ്ങനെ ഇല്ല, സബ്ജക്റ്റ് ആയിട്ടില്ല. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1 യൂണിറ്റ് 1. അങ്ങനെയാണല്ലേ? പാർട്ടുകളുണ്ട്. പാർട്ട് 4 വരെയാണ് നമുക്കുള്ളത്. നമ്മളിപ്പോ നോട്ട് ചെയ്യുമ്പോഴേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇത് നിങ്ങൾ ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ടത് മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 1 അതാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ മിസ്സുമാരൊക്കെ എടുക്കുന്നത് ആദ്യത്തെ പാർട്ട് ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും പാർട്ട് 2ലേക്ക് പോവുക. ഓക്കെ, അത് നമ്മൾ മൊഡ്യൂൾ 1 ആണ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് മൊഡ്യൂൾ 2 ഉണ്ട്, ഇംഗ്ലീഷ് ആണ് മൊഡ്യൂൾ 2. പിന്നെ മൊഡ്യൂൾ 3 വരുന്നുണ്ട്. മൊഡ്യൂൾ 3 പ്രാക്ടിക്കൽ ഏരിയ ആണ്. അതൊക്കെ നിങ്ങളുടെ കോഴ്സ് അവസാനിക്കുന്ന സമയത്താണ് ആ മൊഡ്യൂൾസ് ഒക്കെ നിങ്ങൾ പഠിപ്പിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കാം, നോട്ടിൽ എഴുതി വെക്കാം. മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. എല്ലാവരും ചെയ്തോ? ടെക്സ്റ്റ് കിട്ടാത്തോണ്ടായിരിക്കാം ചിലപ്പോ ഈ ബുദ്ധിമുട്ട് വരുന്നത്. അതെ, നമുക്ക് അറിയത്തില്ലല്ലോ നെക്സ്റ്റ് എന്താ വരണേന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഞാൻ. ഈ പാർട്ട് 1 ഇതിനകത്ത് വരുന്നത്, അതായത് പാർട്ട് 1 തുടങ്ങി പാർട്ട് 4 വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പാർട്ട് 1 ഇതിന്റെ പേര് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ്. ഓക്കെ, ആ ഒരു ഇതും കൂടി നിങ്ങൾ സൈഡിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പാർട്ടില് ചാപ്റ്റേഴ്സ് ഉള്ളത്.
അപ്പൊ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ എന്താ പറയാ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ ഞാൻ കേട്ടു. ഹെൽത്തുമായിട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഹെൽത്ത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, നല്ലതായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നല്ല തോട്ട് ഉണ്ടാവുക, ഹെൽത്തി ആയിട്ടിരിക്കുക, രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കേട്ടു. ഓക്കെ, അപ്പം ഇതിനൊക്കെ അപ്പുറമായിട്ട് UNO എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് UNO? യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ആണെന്ത് UNO എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ UNO ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ഞാൻ ഇവിടെ ആദ്യം പറയാം. ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? UNOയുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്. എന്താണ് അതിന്റെ മലയാളം എന്ന് പറയുന്നത്? മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാവിധ സാമൂഹികവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു തലം. അതെ, അതായത് മാനസിക ശാരീരികമായും മാനസികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഒരു വെൽഫെയർ അല്ലെങ്കിൽ ഒരു സുസ്ഥിതിയെയാണ് നമ്മൾ എന്ത് പറയാം, ആരോഗ്യം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ പറയുന്നതല്ല, UNO പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായോ? എന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ നമ്മൾ ഈ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ, അതായത് ഈ ആരോഗ്യം എന്നത് പൂർണ്ണമായും ശാരീരികവും അതുപോലെ മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന്റെ അവസ്ഥയാണ്. ഒരാള് ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മെന്റലി ഡെവലപ്മെന്റ് ഉണ്ടായത് കൊണ്ട് മാത്രം അയാൾക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അതായത് ഒരാൾ സോഷ്യലി, അതായത് ഫിസിക്കലി ഫിറ്റ് ആവണം, മെന്റലി അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, അതുപോലെ സോഷ്യലി, അതായത് സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇത്തരത്തില് പല ഫാക്ടേഴ്സ് എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വ്യക്തിയിൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട്, ഒരു വ്യക്തിയെ കണ്ടു, ആള് നല്ല മസിലൊക്കെ ഉള്ള ആളാണ്, ആളെ കണ്ട നല്ല ഫിറ്റ് ആയിട്ട് തോന്നുന്നു. ഓക്കെ, പുറമേ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ആകാരവടിവും എല്ലാ കാര്യങ്ങളും, നല്ല സ്ട്രക്ചർ ഒക്കെ ഉണ്ട് ബോഡിയില്. ഓക്കെ, അയാള് ശരിക്കും പറഞ്ഞാല് ഹെൽത്തി ആയിരിക്കും? നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞേ. അല്ല, ആകണം എന്നില്ല. ഫിസിക്കലി കാഴ്ചയിലുള്ള ഇത് മാത്രം പോരല്ലോ. കാഴ്ചയിലുള്ള ആ ഒരു ഭംഗി മാത്രമല്ല ഹെൽത്ത് എന്ന് പറഞ്ഞാല് കേട്ടോ. നമ്മളൊക്കെ ചിലപ്പോ ഇക്കാലത്ത് ഓടിക്കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു ഫിസിക്കലി ഫിറ്റ്നസ് കിട്ടാനാണ് അല്ലെ. ഇന്നത്തെ നമ്മുടെ നാട്ടില് ധാരാളം ജിമ്മുകൾ വരുന്നുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ധാരാളം ജിം സെന്ററുകൾ ഉണ്ടായിരിക്കും അല്ലെ. മുമ്പത്തെക്കാളൊക്കെ ഉപരിയായിട്ട് എന്തുണ്ട്, ജിം സെന്ററുകളില്ലേ നമ്മുടെ നാട്ടില്? നിങ്ങൾ അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാറുണ്ടല്ലേ? എന്തുകൊണ്ടായിരിക്കും അത്? ശാരീരികമായിട്ടുള്ള ആ ഒരു ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നേ, ഈ ജിമ്മിൽ പോകുന്നതൊക്കെ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫിസിക്കലി ഫിറ്റ്നസ് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, മറിച്ച് നമ്മൾക്ക് മെന്റൽ ഹാപ്പിനെസ് വേണം അതിനേക്കാൾ ഉപരി. അതുപോലെ തന്നെ സോഷ്യലായിട്ട് നമ്മൾ ഇന്റർ കണക്റ്റഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗങ്ങളില്ലാതിരിക്കുക. നമ്മളിപ്പോ ഹെൽത്തിനെ മാറ്റി ഫിസിക്കൽ ഹെൽത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് രോഗങ്ങളില്ലാതിരിക്കുക, പരിക്കുകളില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് അതിന് ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലെ. നമ്മൾക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആണോ? നമ്മൾ രോഗങ്ങൾ വരുമ്പോ നമുക്ക് എന്തൊക്കെ അസ്വസ്ഥതകളാണ് ഉണ്ടാവുക? നമ്മൾ ഓക്കെ ആണോ സമയത്തൊക്കെ? അല്ലല്ലേ, നമുക്ക് ഭയങ്കര അസ്വസ്ഥതകൾ അല്ലെ, ഭയങ്കര ക്ഷീണം ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മള് വീക്കായി പോകുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ.
ഇപ്പൊ രോഗങ്ങളുള്ള അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ, ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഇഞ്ചുറികളൊക്കെ ഉണ്ടാവുക, ആ സമയത്തൊക്കെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഫിസിക്കലി എന്താ പറയാ ഹെൽത്തി ആയിട്ട് ഇരിക്കില്ല. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പരിക്കുകൾ ഇല്ലാതിരിക്കുക, രോഗങ്ങൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഹെൽത്തിനെ കുറിച്ച് ധാരാളം എന്താ പറയാ കുറെ അധികം വേർഡ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹെൽത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ പറയാം നമുക്ക് ഹെൽത്തിനെ കുറിച്ച്? എന്തൊക്കെ പറയാം അതുമായി ബന്ധപ്പെട്ടിട്ട്? ഹെൽത്ത് ഈസ് വെൽത്ത് അത് ഒരെണ്ണമാണ്. പിന്നെ എന്തൊക്കെ പറയാം? നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നല്ല മനസ്സുണ്ടാകും. അതെ, ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി മൈൻഡിനെ ബോഡി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം എന്താ പറയാ മുമ്പേ തുടങ്ങിയ ആളുകള് പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആണോ നിങ്ങളുടെ? ആഡ് ചെയ്യാത്തവരെ ആഡ് ചെയ്യാം കേട്ടോ. പലരും കമന്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പില് ആഡ് ചെയ്യാൻ പറഞ്ഞ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അഡ്മിൻ ആരാണെന്ന് വെച്ചാല് അവരൊന്ന് അവരെ ഉടനെ തന്നെ ചേർക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറയാ നമ്മള് ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാല് നല്ല ഭക്ഷണം കഴിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം കഴിച്ചാല് ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്ന് ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഫിസിക്കലി നമുക്ക് എന്താണ് നമ്മൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓവറോൾ ഒരു എന്താ പറയാ ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാമോ? വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? ഫുഡിന്റെ കാര്യമാണോ ഞാൻ ചോദിക്കുന്നത്? ഫുഡിന്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. അതിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ജങ്ക് ഫുഡ് ഒഴിവാക്കുക അല്ലെ? അതിനകത്തൊക്കെ അധികം സ്റ്റാർച്ച് അല്ലെങ്കിൽ ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അല്ലെ കുറെ അധികം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മധുരം ഒഴിവാക്കുക, പഞ്ചസാര പോലുള്ള ഷുഗർ നമുക്ക് വേസ്റ്റ് ഫുഡ് ആണ് അല്ലെ ഷുഗർ എന്ന് പറയുന്നത്. ഷുഗർ ഒഴിവാക്കുക. പഴക്കമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കേൾക്കുന്നില്ല സുരേഷ്? പഴക്കമുള്ള ഭക്ഷണങ്ങൾ, പഴകിയത്. സമീകൃത ആഹാരമായിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻസും ഫൈബേഴ്സും കൂടുതലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഫൈബേഴ്സ് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. സമീകൃത ആഹാരമായിരിക്കാൻ ശ്രദ്ധിക്കുക. We should not eat oily foods, ma'am. ഓയിലി ഫുഡ് ഒഴിവാക്കുക. ഓക്കെ, പിന്നെ കഴിക്കുന്ന ഭക്ഷണം വെള്ളം കുടിക്കുക. കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാ? വാരി വലിച്ച് കഴിക്കാവോ? അല്ല, മിതമായിട്ട് സമീകൃത ആഹാരമായിരിക്കണം. അമിതമായിട്ട് കഴിക്കാതെ സമീകൃത ആഹാരം അത് ഉൾപ്പെടുത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കാം. എല്ലാം കഴിക്കാം, മിതമായിട്ട് കഴിക്കാം. പിന്നെ അതേപോലെ ഡിന്നറൊക്കെ നമ്മളൊരു 7 മണിക്ക് മുന്നേ കഴിക്കാം. ഇപ്പൊ മിക്കവരും ഒരു 9 മണി 9:30 ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഉടനെ കിടക്കുക. അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു 7 മണിക്കുള്ളിൽ നമ്മുടെ ഡിന്നർ കഴിക്കാം. ഇത് ലേറ്റ് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല. ആ ഒരു ഡിസ്റ്റൻസ് അതിനിടയ്ക്ക് വേണം. അതൊക്കെ ആ ഒരു ഇതൊന്നും ഇപ്പൊ ആരും ഫോളോ ചെയ്യുന്നില്ല. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ. ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാവാം നമ്മളെക്കാൾ ഒരുപാട് രോഗങ്ങളൊക്കെ അവർക്ക് കുറവ്. ഇപ്പൊ ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നോണ്ടായിരിക്കാം.
അതെ, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അലട്ടുന്നത് അല്ലെ. പണ്ടത്തെ ആൾക്കാരൊക്കെ നോക്കിയാൽ അവരൊക്കെ കൂടുതൽ എവിടെയും പണിയെടുത്തിരുന്നേ പണ്ടത്തെ ആളുകൾക്ക്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം ചൂടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഒരാഴ്ചയൊക്കെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, എന്നിട്ട് ഇങ്ങനെ അതെടുത്ത് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത്, അതൊക്കെ ഹെൽത്തിന് അല്ലേ? ഓക്കെ. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടല്ല, വീണ്ടും ചൂടാക്കി കഴിയുമ്പോൾ അത് എന്താ പറയാ, അത് മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക. ഓക്കെ. ഫുഡിന്റെ കാര്യത്തില് നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ നല്ല നല്ല ഫുഡ് നമ്മൾ എന്താ പറയാ ചൂസ് ചെയ്ത് കഴിക്കുക. നമ്മുടെ ഫുഡിൽ തന്നെ എന്താ പറയാ ലീഫി വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, അതുപോലെ ഫൈബേഴ്സ് ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ജങ്ക് ഫുഡും അതുപോലെ ഷുഗറും അധികമായിട്ടുണ്ടാകുന്ന ഫാറ്റൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് ഒരു പരിധി വരെ എന്താണ് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പറയാട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തുറന്ന് പറയാവുന്നതാണ്. അതിന് കൂടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. എല്ലാവരും എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ടുള്ള ഒരാളുകളല്ല. പലതരത്തിലുള്ള കുറവുകളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അതുകൂടി ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ. മാമിന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് അശ്വതി എന്നാണ്. ജിഷ മിസ്സിനെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. പിന്നെ അപർണ മിസ് കഴിഞ്ഞ ദിവസം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഞാനാണ്. പിന്നെ സാറുണ്ട്, ജോബ് സാറുണ്ട് ഇംഗ്ലീഷ്. ഓക്കെ. 2 ദിവസം ക്ലാസ് വരുന്നത് എന്റെയാണ് കേട്ടോ. സഹിച്ചിരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. ഓക്കെ. റെഡിയാണ്. ഓക്കെ. 2 ദിവസം എന്റെ ക്ലാസ് ആയിരിക്കും. അപ്പോ നമ്മളിപ്പോ ഫുഡിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ ഫുഡ് നമ്മൾ ഓവറായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കേണ്ട രീതിയും മറ്റുമുണ്ട്. അതായത് ഒരു കുട്ടി ഇവിടെ സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് നമ്മൾ കഴിക്കുന്നത് ലേറ്റ് ആകാതിരിക്കുക. ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും അതിനുശേഷം? അതിനുശേഷം നമ്മൾ കിടക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഡൈജസ്റ്റ് പ്രോബ്ലം വരുന്നുണ്ട് അതിന്. പിന്നെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലായിട്ട് പൊണ്ണത്തടി വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒബിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? കാരണം നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നു. രാത്രിയായിരിക്കും ഭൂരിഭാഗം ആളുകൾ നന്നായിട്ട് കഴിക്കുക. ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും അവയർനെസ് ഉണ്ടായി തുടങ്ങി. പലരും ജിമ്മിലൊക്കെ പോകുന്നതിന്റെ ഭാഗമായിട്ട്, ട്രെയിനറും മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗം ആളുകൾ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാലും ചില ആളുകളിൽ ഈ ടെൻഡൻസി കാണാറുണ്ട്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നു, അത് ചോറായിരിക്കും കഴിക്കുക, കിടന്നുറങ്ങുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി അവിടെ അടങ്ങുന്നില്ല അല്ലെ? നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഫാറ്റ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാവില്ല. ഓരോ നാളുകൾക്ക് ശേഷവും നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒബിസിറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം അല്ലെ? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരി അത് പോർഷൻ വൈസ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ സമയാസമയം ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ചധികം നേരത്തെ ആക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏകദേശം ഓക്കെ ആവും. ഓക്കെ. ഇനി അത് മാത്രം മതിയോ? നമ്മുടെ ഫുഡിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ? ധാരാളം പോരാ. കുടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? നമ്മള് വെള്ളം കുടിക്കുക. അത്യാവശ്യത്തിന് എക്സസൈസ് ചെയ്യുക. അത്യാവശ്യത്തിന് എക്സസൈസ് ചെയ്യണം അല്ലെ? എക്സസൈസ് എവിടെയാ നമ്മൾ ചെയ്യുക? വീട്ടിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിമ്മിൽ? മോർണിംഗ് വാക്ക് ഓർ ഈവനിങ് വാക്ക് അറ്റ് ഹോം. മോർണിംഗ് വാക്കിന് പോകാറുണ്ടോ? ജിമ്മിൽ പോകാറുണ്ടോ? ഞാൻ മോർണിംഗ് വാക്കിന് ടൈം കിട്ടില്ല മാം. ഞാൻ ഈവനിങ് വാക്ക് ചെയ്യുന്നത്. ഈവനിങ് വാക്കിന് പോകാറുണ്ട് അല്ലേ?
ആ നമ്മളുടെ വാതിക്കെ തന്നെ നമുക്ക് പ്ലേസ് ഉണ്ട്, നടക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്തൊക്കെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് ഇതിനകത്ത്? എത്ര പേര് ഇതിനകത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഒന്ന് പറയാമോ? ഞാൻ ചെയ്യുന്നുണ്ട് മാഡം. എന്ത് എക്സസൈസ് ശാലി ചെയ്യുന്നേ? നമ്മൾ വീട്ടിൽ നിന്നിട്ട് ചെയ്യുന്നത് ഓരോ എക്സസൈസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു 5 എക്സസൈസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒരു 100 വട്ടം നമ്മൾ ചെയ്യും അല്ലേ? ഓക്കെ, നല്ല കാര്യം. യൂട്യൂബിൽ തന്നെ മാറ്റമുണ്ട്. ഇപ്പൊ എത്ര നാളായി ചെയ്യുന്നു? ഞാനിപ്പോ ഒരു 3 മാസം കൊണ്ട് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിന് ഈ ഫുഡിന്റെ ഇത് വന്നിട്ട് ഞാൻ ഓവർ ഫുഡ് കഴിക്കത്തില്ല. പിന്നെ ഈ മധുരമൊക്കെ നിർത്തി നോക്കിയപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ? ഫേസിലൊക്കെ ചേഞ്ച് പ്രകടമാണോ? എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് അറിയത്തില്ല. പെട്ടെന്ന് വെയിറ്റ് കൂടി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് തൈറോയ്ഡ് ആണെന്ന് അറിഞ്ഞത്. പിന്നെ അതിനുശേഷം മെഡിസിനും കഴിക്കുന്നു, വർക്കൗട്ടും ചെയ്യുന്നു. ഫുഡിൻ്റെത് എല്ലാം എങ്ങനെ ലെവൽ ചെയ്ത് പോകുന്നു. ഇപ്പൊ എനിക്ക് മാറ്റമുണ്ട്. അല്ലേ? ശാലി വീട്ടിൽ തന്നെയാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇനി മറ്റുള്ളവരെങ്ങനെയാ ചെയ്യുന്നത്? എത്ര പേര് ചെയ്യുന്നുണ്ട്? സുംബ ഡാൻസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും. വല്ലപ്പോഴും ചെയ്യാറുള്ളൂ അല്ലെ? ഡെയിലി ചെയ്യാറില്ല അല്ലെ? ഡെയിലി ഇല്ല, വല്ലപ്പോഴും ചെയ്യാറുള്ളൂ. ഓക്കെ. പിന്നെ മാം ഞാനിപ്പോ ചെയ്യാൻ 1 മാസമായിട്ടുള്ള ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4 പേര് ചെയ്യുന്നുള്ളതൊക്കെ വേറെ ആരും ചെയ്യുന്നില്ലേ? ആർമോട്ടും ഒക്കെ ചെയ്യും. അപ്പോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നാണ്. നമുക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിനുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വന്നേക്കണമെന്നില്ല. എന്നാലും എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ് എങ്കിലും സ്ത്രീകളാണ് നമുക്കറിയാലോ, സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരു 30-35 എബോവ് സ്ത്രീകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. അത് ഇന്ന ഏജ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതല്ല, എല്ലാവരും ചെയ്യണം. കുഞ്ഞു കുട്ടികൾ തുടങ്ങി വലിയവര് വരെ ചെയ്താൽ എന്താണ്, വളരെ നല്ല എഫക്റ്റ് ആണ് അതിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നല്ല എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, ജിമ്മിൽ പോകുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ജോഗിങ്ങിന് പോവുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ബാഡ്മിന്റൺ, ഫുട്ബോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോപ്പർ ആയി കൊണ്ടുപോകാനാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് നമുക്ക് പല സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ വീട്ടില് ഇരുന്ന് തനിയെ ചെയ്യാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ട്. ഒരു ട്രെയിനറുടെ ആവശ്യം വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ജിമ്മിൽ പോവുക അല്ലെ? അവര് ജിമ്മിൽ പോകുമ്പോൾ ഓരോരുത്തരുടെ, ഇപ്പൊ നമ്മൾ ഒരു ജിം സെന്ററിൽ ചെന്ന് കഴിഞ്ഞാല് ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഇപ്പൊ പലവർക്കും പല രീതിയിലുള്ള ഫിസിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവാം. ചിലവര് രോഗങ്ങളൊക്കെ ഉണ്ടാവാം, അസുഖങ്ങളൊക്കെ ആളുകളൊക്കെ ഉണ്ടാവാം ജിമ്മിൽ പോകുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ട്രെയിനർ ഓരോരുത്തരുടെയും ഫിസിക്കൽ സ്ട്രക്ചർ, അതുപോലെ അവരുടെ കണ്ടീഷൻ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ എക്സസൈസുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി അതിന് പോകുന്നില്ല, മനസ്സിന് എന്താ പറയാ, നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരണം, അല്ലെങ്കിൽ എനിക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ കുറച്ചുകൂടി ഉന്മേഷത്തോടു കൂടി എല്ലാ ദിവസവും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് നമ്മൾ തന്നെ വിചാരിക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ സമയത്ത്, അതായത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ സുംബ പോലുള്ള ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ യോഗ പോലുള്ള എക്സസൈസുകൾ ചെയ്യാം. ഓക്കെ, യോഗക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ യോഗയുടെ പ്രത്യേകത? നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
കോൺസെൻട്രേഷൻ കൂടും. അത് ശരിയാണ്. മൈൻഡ് റിലാക്സ് ആവും മാം, മൈൻഡ് റിലാക്സ് ആവും. മൈൻഡ് റിലാക്സ് ആവും. പിന്നെ പോസിറ്റീവ് എനർജി കിട്ടും. പോസിറ്റീവ് എനർജി കിട്ടും. അപ്പൊ കോൺസെൻട്രേഷൻ ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും, മൈൻഡ് റിലാക്സ് ആവും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയാ, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം, നമ്മുടെ മസിൽസ് എന്താ പറയാ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോരോ കാർഡിയാക് എക്സസൈസ് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ യോഗയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് യോഗ നമ്മളെ ഒരുപാട് ഡിസീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? യോഗയില് പലതരം ആസനങ്ങളുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആസനം ഉണ്ട്, അതാണ് ശവാസനം. കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് യോഗ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഓരോ അവയവം ഉണ്ടല്ലോ, ഓരോ ഓർഗൻസിനെയും എന്താ പറയാ അതിനെ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഓരോ ആസനങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇന്ന എക്സസൈസ് അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ആസനത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ഇന്നൊരു പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാല് അത് നമ്മളുടെ ആ ഒരു ബോഡി പാർട്ടിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കും, അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഭൂരിഭാഗം രോഗങ്ങൾ, ഇപ്പൊ തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ PCOD, PCOS ഇതുപോലുള്ള രോഗങ്ങളൊക്കെ എന്താണ് എന്താ ക്ലിയർ ആവാത്ത രക്ഷ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഒരു കുട്ടി മെസ്സേജ് അയച്ചു ക്ലിയർ എന്ന് പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്. എന്താണെന്നൊന്ന് പറയാട്ടോ ലക്ഷ്യം, ഏതാണ് ക്ലിയർ ആവാത്തതെന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എക്സസൈസസ്, യോഗ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഡിസീസിനെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ആസൻസ് ഉണ്ട്. ഈ ആസൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ, പലതരത്തിലുള്ള പോസ്റ്ററുകളിൽ നമ്മൾ ഇരിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് യോഗയുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, യോഗ അഭ്യസിച്ചു വരുന്ന ഒരാള്, അതായത് തുടക്കത്തിൽ അഭ്യസിച്ചു വരുന്ന ആള്, അയാള് കാലങ്ങളായിട്ട് ഇങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് അയാൾക്ക് എന്താണ് ഉണ്ടാവുക, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് അയാൾക്ക് കാണാനായിട്ട് സാധിക്കും. അതും യോഗയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക? യോഗ ചൂസ് ചെയ്യോ, അല്ലെങ്കിൽ ജിമ്മ് ചൂസ് ചെയ്യോ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന എക്സസൈസ് ചൂസ് ചെയ്യോ? നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്യുക? മാം യോഗയാണ് ചൂസ് ചെയ്യുക. യോഗയാണ് അല്ലേ? ഓക്കെ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത് ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം. ഓക്കെ, അതായത് മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന, നമ്മുടെ മെന്റൽ ഹെൽത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ആൻസൈറ്റി. ശരിയാണ്. ഡിപ്രഷൻ, ഭയം, എന്താ? ഓക്കെ, ടെൻഷൻ, ഓക്കെ. അപ്പൊ ആൻസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, അതുപോലെ ചെറിയ ചെറിയ വിഷമങ്ങള്, ഇതൊക്കെ നമ്മൾക്ക് എന്താണ് താങ്ങാനാവാതെ വരും അല്ലെ? അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ് കൂടുതലായിട്ട് അത് ബാധിക്കുന്നത്. അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോ നേരാവണ്ണം ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഉണ്ടായി,
നമുക്ക് നേരാവണ്ണം ഫുഡ് കഴിക്കാൻ പറ്റുമോ? നോ മാം. ഇല്ല അല്ലെ. നമുക്ക് ഉറക്കം കിട്ടുമോ? നോ. ഇല്ല. ഓക്കെ, ഉറക്കം കിട്ടില്ല അല്ലെ. നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും? ഇല്ല. അല്ലെ. ഒറ്റപ്പെട്ടിരിക്കാനല്ലേ നമ്മൾ നോക്കൂ എപ്പോഴും. നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? മെന്റൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്ന് ഞാൻ പറഞ്ഞു, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെ. ചെറിയ ചെറിയ യോഗ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പാട്ട് കേട്ടാ മതി, നല്ല പാട്ടുകള്, പിന്നെ നല്ല സ്ഥലങ്ങളിലൊക്കെ പോവാ, പിന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാ, ഇഷ്ടമുള്ള ആളുകളായിട്ട് ചെയ്യാ. അതായത് നമ്മുടെ നേച്ചറിന്റെ ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയും അല്ലെ. നമ്മളൊന്ന് സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാല്, അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാല്, ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം എന്താ പറയാ, നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ മെന്റൽ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് സാധിക്കും. ഓക്കെ, അതും ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക. നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാവുന്ന പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. അതായത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ തലച്ചോറിലേക്ക്. ഓക്കെ, സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ശാലിനിയോട് ഞാൻ നേരത്തെ ചോദിച്ചല്ലേ, അതായത് നമ്മള് എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ 3 മാസമായി ശാലിനി എക്സസൈസ് ചെയ്തു, ഫേസിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ഈ ഹോർമോണുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഓവർ വെയിറ്റ് കൂടുന്നതും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതും അങ്ങനെ ഓവറായിട്ട് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെ മറികടന്നപ്പോ അതിൽ നിന്നൊരു ചേഞ്ച് വന്നപ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. അത് നമ്മുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ മോള് പറഞ്ഞത് മോളുടെ മൈൻഡിലുണ്ട്. കാരണം അവര് എന്താ പറയാ, അവര് കളിയാക്കുന്നു അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നു. ഇപ്പൊ ആൾക്കാർക്കുള്ള സ്ഥിരം ഒരു പ്രവണതയാണ്, ആരെങ്കിലും ഒന്ന് വെയിറ്റ് കൂടി കണ്ടാൽ ആദ്യം വണ്ണം വെച്ചല്ലോ, ഈ തടിച്ചല്ലോ. ചിലപ്പോ ആൾക്ക് വണ്ണം ഉണ്ടാവില്ല, പറയുന്ന ആൾക്ക് വണ്ണം കുറവായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കാം. അപ്പൊ നമ്മളെ കാണുമ്പോഴോ മുപ്പത്തേക്കാളും വണ്ണം വെച്ചു കേട്ടോ, അല്ലെങ്കിൽ മുപ്പത്തേക്കാളും തടിച്ചു കേട്ടോ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും അല്ലെ. അങ്ങനെ പലരും ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് നമുക്ക് വിഷമം വന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരം കണ്ടിട്ട്, നമ്മൾ അളവായി ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ബോഡി കണ്ടിട്ടായിരിക്കില്ല നമുക്ക് വിഷമം വരും. പക്ഷെ ആളുകൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതും. സമൂഹത്തെയാണ് നമ്മൾ എപ്പോഴും പേടിക്കുക അല്ലെ. അങ്ങനെ നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം നമ്മൾ മാറ്റാനായിട്ട് നോക്കുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മാറ്റുന്നത് അല്ലെ. എന്തെങ്കിലും കാര്യം, ഇപ്പൊ സ്കൂളിൽ നമ്മള് എന്താ പറയാ, ഒരു എക്സാമിന് ഫെയിലായി, അപ്പൊ ടീച്ചർ നമ്മളെ എല്ലാവരും വിളിച്ച് കളിയാക്കി. അപ്പൊ ആ കുട്ടിക്ക് വാശി തോന്നുവാണ്, അടുത്ത എക്സാമിന് എന്തായാലും ഞാനായിരിക്കും ഈ സബ്ജക്റ്റിന് ടോപ്പ്. അങ്ങനെ ആ കുട്ടി മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി അതിന്റെ എയിം വെച്ചുകൊണ്ട് ഇങ്ങനെ പഠിച്ച് ആ കുട്ടി ആ എക്സാമിന് എന്താ പറയാ ജയിക്കും അല്ലെ, പാസ്സാവാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ചില ഫാക്ടർ, അതായത് സമൂഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മളെ തന്നെ മാറ്റാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം. ശാലിനിയോട് ഞാൻ ചോദിച്ചത്, അതായത് നമുക്ക് ചില ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും എപ്പോഴാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ. അതിനൊന്നാണ് സെറാട്ടോണിൻ, പിന്നെ ഓക്സിറ്റോസിൻ, ഡോപാമിൻ എന്ന് പറയുന്ന ചില ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ ഹാപ്പി ഹോർമോൺസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിലെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് നമുക്ക് പറ്റുക. ഓക്കെ,
ഇപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ടീനേജ് കാലഘട്ടത്തിലൊക്കെ നമുക്ക് പലവർക്കും പല ലവ് അഫെയർ ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ, പല പല പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ അതിൽ ഫേസ് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നിങ്ങളുടെ ഹാപ്പിനെസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോഴെന്താ അവിടെ നടക്കുന്നത്? ഒരാള് ഒരു അഫെയറിൽ ഏർപ്പെടുമ്പോൾ എന്ത് തരം ഹോർമോണാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ഞാൻ ഈ പറഞ്ഞ ഹോർമോൺ തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതേ ഹോർമോൺ ഒരാൾ അഫെയറിലായിരിക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മറ്റാർക്കുമില്ലാത്തൊരു ഭംഗി അപ്പോ അവിടെ ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മള് ഒരു അഫെയറിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരെ, അതെല്ലാം ഉപരി എന്താ പറയാ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ഫേസിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് 6 തുടങ്ങി 8 മണിക്കൂർ വരെ ഉറങ്ങുക എന്നുള്ളതാണ്. നന്നായിട്ട് ഉറങ്ങുക. ഇവിടെ ഉറക്കമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഡിപ്രഷനും പാനിക് അറ്റാക്കിനും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന് വേണ്ടിയിട്ട് സർട്ടാരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് തന്നെ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, മൊത്തത്തിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അല്ലേ? മാറ്റം ഉണ്ടായിട്ടെന്ന് തോന്നി തുടങ്ങിയോ? മാറ്റം ഉണ്ടെന്ന് തോന്നി തുടങ്ങിയോ? മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഞാൻ ഒരു 70 kg അടുത്ത് വെയിറ്റ് ഉള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പം 62 ആയി പെട്ടെന്ന്. ഇപ്പം ഇനി എന്തായാലും മാറ്റം ഉണ്ടാവും. എക്സസൈസ് ആദ്യം ചെയ്തിരുന്നു, പിന്നെ ഒരു ടൈമില് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇപ്പൊ അതിന്നൊക്കെ മാറി കുറെ മാറ്റം വന്നു. ഇനിയും മാറ്റം ഉണ്ടാവും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റൂ. നമ്മളിലൂടെയാണ് നമ്മുടെ തലമുറ വളരുന്നത് അല്ലെ, നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പൊ നല്ലൊരു മികച്ച തലമുറയെ നമുക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നന്നാവുക, അതിനുശേഷമാണ് നമ്മള് മറ്റുള്ളവരെ നന്നാക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു. ഉറക്കം നല്ല രീതിയിൽ ഉള്ളവരുണ്ടോ? നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നവരാണോ നിങ്ങളൊക്കെ? ആണല്ലേ? നന്നായിട്ട് ഉറങ്ങുക. 6 തുടങ്ങി 8 മണിക്കൂർ വരെ തീർച്ചയായിട്ടും ഉറങ്ങണം. എന്നാൽ മാത്രം ഉറക്കം നിന്ന് നമ്മൾ ഒരു കാര്യവും ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് നമ്മുടെ പിറ്റേ ദിവസം നമുക്കൊന്നും ചെയ്യാൻ, ചിലപ്പോ ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവാം, പലരും പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലരും പല വർക്കിനൊക്കെ പോകുന്നുണ്ടാവാം. പക്ഷെ ചില ആളുകൾക്ക് അവരുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആവും, ചില ആളുകൾക്ക് അത് പക്ഷെ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് പിറ്റേ ദിവസം എനർജറ്റിക് ആയിട്ട് വർക്കൊന്നും ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ സാധിച്ചെന്ന് വരില്ല. അപ്പൊ നന്നായിട്ട് ഉറങ്ങാം. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പൊ പ്രത്യേകിച്ചും നല്ല ഹോട്ട് സീസൺ ആണ് അല്ലെ, സമ്മറാണ്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഹെൽത്തി ബോഡിക്കായാലും ധാരാളം വെള്ളം. എത്ര ലിറ്റർ വെള്ളമാണ് ഒരാൾ കുടിക്കേണ്ടത്? 6 to 8 glasses. എത്ര ലിറ്റർ ആണ്? 6 ലിറ്റർ ആണോ? 2 glasses. 2 ലിറ്റർ അല്ലേ? 2 ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് കുടിക്കണം എന്നാ പറയുന്നത് കേട്ടോ. 2 ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് വെള്ളം കുടിക്കണം. ഓക്കെ. അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കുക.
അത് നമുക്കില്ലാത്തൊരു ശീലമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്മോക്കിംഗ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഉപയോഗം ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. ക്ലിയർ. നമ്മുടെ ക്ലാസ് തീരാറായി. ആരെങ്കിലും ഒരു സൈൻ ഔട്ട് പറയാമോ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്? ആർക്കും കോൺഫിഡൻസ് ഇല്ലേ പറയാനായിട്ട്? ഒരു സൈൻ ഔട്ട് പറയൂ, ഒരു നന്ദി പറയൂ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. Thank you very much, ma'am, for your great support and valuable classes. Thank you very much. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങി പ്രയർ നിർബന്ധമായിട്ടുണ്ടായിരിക്കാം, ഔട്ട് ഓഫ് ദി ഡേ ഉണ്ടായിരിക്കാം, സൈൻ ഇൻ ചെയ്യുക, ക്ലാസ് തുടങ്ങുമ്പോ സൈൻ ഔട്ട് ചെയ്യാം, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യാം. ഓക്കെ മാം, നൈസ് ക്ലാസ് മാം, നൈസ് ക്ലാസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു മാം. നിങ്ങളുടെ Thank ഫീഡ്ബാക്ക് you, ഒക്കെ ma'am. അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഓഫീസിൽ അറിയിക്കും. ഓക്കെ, മാം, ഒരു സംശയം ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. ഇന്നലത്തെ സാറിന്റെ ക്ലാസ്, ജയദേവ് സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്റ്റുഡൻസ് തന്നെയായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കോളാനേ, നമുക്ക് പരസ്പരം അറിയാനൊക്കെ ആയിട്ട് ക്ലാസ്സിന്റെ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട്. അതപ്പോ അത് എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് തുടങ്ങാതെ? ഗ്രൂപ്പ് നിങ്ങൾ തുടങ്ങിയിട്ടില്ലേ ഇതുവരെ? ഇല്ല, തുടങ്ങിയോ? ഞങ്ങൾ എല്ലാവരും കൂടി സ്മാർട്ട് ശ്രീയുടെ അഡ്മിന്മാരും നമ്മളും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അല്ലാണ്ട് സ്റ്റുഡൻസ് തന്നെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് അത് എല്ലാവർക്കും അത് ഉള്ളതാണ്. തുടങ്ങിയിട്ടില്ല. അതിപ്പോ നമ്പറുകൾ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അത് നമ്മുടെ ഒരാളുടെ നമ്പർ മേടിക്കും. ഒരാൾ ഒരു അഡ്മിൻ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ അയാളുടെ നമ്പർ മേടിച്ചിട്ട് അയാളുടേക്ക് സെൻഡ് ചെയ്താൽ മതിയല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോ സ്മാർട്ട് ശ്രീയുടെ ടീച്ചേഴ്സ് അഡ്മിൻ ആണല്ലോ, അവരാരെങ്കിലും നമ്മളെ ഗ്രൂപ്പാക്കി തുടങ്ങിയിട്ട് അവരാരെങ്കിലും ലീഡറാക്കിയിട്ട് അവർ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ മതിയല്ലോ. ഇല്ല, ഞങ്ങളില്ല ഗ്രൂപ്പില്, ടീച്ചേഴ്സ് ഇല്ല ഗ്രൂപ്പിൽ. അല്ല, ടീച്ചേഴ്സ് തുടങ്ങിയിട്ട് ടീച്ചേഴ്സ് എക്സിറ്റ് ആയി പോയപ്പോ നമുക്ക് പരസ്പരം ആരെയും അറിയില്ലല്ലോ. അതെ, ഇതുവരെയുള്ള ബാച്ചിലെ സ്റ്റുഡൻസ് തന്നെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പരസ്പരം കമന്റിലൂടെയൊക്കെയാണ് നമ്പറൊക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരാളൊന്ന് വന്നേ, ദിവ്യ ചെയ്യോ? ദിവ്യ രാജേഷേ, യെസ് മാം. ഒന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവരൊക്കെ ഒന്ന് ആഡ് ചെയ്യാമോ? ഓക്കെ മാം, നോക്കാം മാം. നോക്കൂ കേട്ടോ, നെക്സ്റ്റ് വീക്കിനുള്ളിൽ ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം, അടുത്ത ചൊവ്വാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.